കളറിൽ ഒരാൾ മരിച്ചുപോയ ദേഹത്തിൽ നിന്ന് അങ്ങനെ പറന്നു പോകുന്നതൊക്കെ ഇപ്പോൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു വെച്ചാൽ ദശവായുക്കൾ, വായുക്കളും പ്രാണൻ, അപാനൻ, ഉദാനൻ. സ്വാമി നമസ്തേ. നമസ്തേ. ഈ ആസ്ട്രൽ ബോഡി, ഈ കോസ്മിക് ലെവലിൽ കാര്യങ്ങളെ പറ്റി സ്വാമി വിശദമായിട്ട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് ഇത്തരം അതായത് ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം. ആസ്ട്രൽ ബോഡി എന്ന് വെച്ചാൽ അത് കണ്ണിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ട്രില്യൺ ക്യാമറയിൽ പ്രിന്റ് ഔട്ട് എടുക്കാം. കാസൽ ബോഡി അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ബോഡിയാണ്. അപ്പൊ ഈ സ്ഥൂല ശരീരം എന്നുവെച്ചാൽ ഫിസിക്കൽ ബോഡി. അപ്പോൾ ഇപ്പൊ നമുക്ക് ദേഹത്തെ കുറിച്ച് പഞ്ചകോശങ്ങൾ എന്ന് പറയുന്നുണ്ട്. പഞ്ചകോശം, അതിൽ അന്നമയകോശം. അന്നമയകോശമാണ് ഫിസിക്കൽ ബോഡി. അന്നം എന്ന് പറഞ്ഞാൽ ആഹാരം തിന്ന് വളരുന്ന ദേഹം ഇത്. അതുകൊണ്ട് അതിന് അന്നമയകോശം ഫിസിക്കൽ ബോഡി. അതേ സമയം പ്രാണമയകോശം ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ അത് അന്നമയകോശത്തെക്കാട്ടിലും പവർഫുള്ളാണ്. അതിൻ്റെ അകത്താണ് ഫിസിക്കൽ ബോഡി ഇരിക്കുന്നത്. അതിനെക്കാട്ടിലും പവർ കൂടിയതാണ് മനോമയകോശം, മൈൻഡ് പവർ. അതും കാണാൻ പറ്റില്ല. അത് വിജ്ഞാനമയകോശം എന്ന് വെച്ചാൽ ബ്രെയിൻ ആക്ടിവിറ്റീസ്. അത് ബ്രെയിനിന് കണക്ട് ചെയ്യാൻ, പക്ഷേ ആ ബോഡി കാണാൻ ഒക്കില്ല. അതിൻ്റെ ആനന്ദമയകോശം. അപ്പോൾ ഇതുപോലെ മന്ത്രമയകോശം എന്നൊരു ബോഡി ഇരിക്കുകയാണ്. അത് ശിവ ആഗമങ്ങളിൽ മാത്രമാണ് പറയുന്നത്, മറ്റെവിടെയും കാണുന്നില്ല. അപ്പൊ ഈ ഇത്തരം ദേഹങ്ങളിൽ ഈ അന്നമയകോശത്തെ മാത്രം തന്നെ കാണാൻ നോക്കും. ബാക്കി കാണാൻ പറ്റാതെ എല്ലാത്തെയും കൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ആസ്ട്രൽ ബോഡി, കാസൽ ബോഡി. കണ്ണിൽ കാണാൻ പറ്റാത്തത് പ്രാണമയകോശം, ഇത് മനോമയകോശം, വിജ്ഞാനമയകോശം. ഈ മൂന്നും കൂടെ ചേർന്നിട്ടാണ് ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത്. കാസൽ ബോഡി എന്ന് പറയുന്നത് ആനന്ദമയകോശം. ആനന്ദമയകോശം കാസൽ ബോഡി, കാരണ ശരീരം. ഇങ്ങനെ നമ്മൾ ഇത് പിരിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് എന്തെന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ബോഡിയിൽ 25 തത്വങ്ങൾ ഇരിക്കുന്നു. ആസ്ട്രൽ ബോഡിയിൽ 35 തത്വങ്ങൾ. കാസൽ ബോഡി കാരണശരീരം 36 തത്വങ്ങളുണ്ട്. ഇതിൻ്റെ ബേസിലാണ് കുണ്ടലിനി റൈസ് ആവാനും കർമ്മങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാം ഈ കണ്ണിൽ കാണാതെ ദേഹത്തിലാണ് ഇരിക്കുന്നത്. ഈ ഫിസിക്കൽ ബോഡി അതിൻ്റെ അകത്തിരിക്കുന്നതുകൊണ്ട് ആ കുണ്ടലിനി റൈസ് ആവുന്നതെയും മറ്റെവിടെയെല്ലാം ഫിസിക്കൽ ബോഡിയിലും ഉണരാൻ പറ്റും. ഇപ്പോൾ ആസ്ട്രൽ ബോഡി അപ്പോൾ അതിൽ എന്തെന്ന് വെച്ചാൽ ദശവായുക്കൾ. ആസ്ട്രൽ ബോഡിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കെർലിയൻ ക്യാമറയിൽ കാണാം, വൈറ്റ് കളറിൽ ഒരാൾ മരിച്ചുപോയ ദേഹത്തിൽ നിന്ന് അങ്ങനെ പറന്നു പോകുന്നതൊക്കെ ഇപ്പോൾ ഒരുപാട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ അകത്ത് എന്തിരിക്കുന്നു വെച്ചാൽ ദശവായുക്കൾ, വായുക്കളും പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ, ഗൃഹരൻ, നാഗൻ, ദേവദത്തൻ, ധനഞ്ജയൻ. ഈ വായുക്കളാണ് അതിലിരിക്കുന്നത്. അത് എന്താ വെച്ചാൽ മനസ്സ്, നമ്മുടെ മൈൻഡ്, അഹങ്കാരം, ഇതും അതിലിരിക്കുകയാണ്. അപ്പോൾ ഈ കോൺഷ്യൻ്റ് എല്ലാം ചേർന്നിട്ടാണ് ഈ ആസ്ട്രൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് പറയുകയാണ്. സൂക്ഷ്മ ശരീരം അത് പറയാണ്. അപ്പോൾ നമ്മുടെ കർമ്മം ചെയ്യുന്നത്, കർമ്മം അതിൻ്റെ റെക്കോർഡ്സൊക്കെ ഇരിക്കുന്നത് കാസൽ ബോഡിയിൽ. കാസൽ ബോഡിയിലാണ് കർമ്മ റെക്കോർഡ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ കർമ്മം അങ്ങനെ പറയുമ്പോൾ ആക്ഷൻ. ഈ കർമ്മത്തെ പറ്റിയുള്ള തിയറി ഇരിക്കുന്ന ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റേ റിലിജനിൽ ഇത്ര ഡീറ്റെയിൽ ആയില്ല. സയൻറ്റിഫിക്കായുള്ളതാണ്. ഒരു ജന്മം എടുത്ത് അതിൽ പല ജന്മങ്ങളുള്ള പഴയ കർമ്മങ്ങളെ കൊണ്ട് വന്നിരിക്കുക. അതിൻ്റെ പേര് പ്രാരബ്ധം. ഈ പ്രാരബ്ധത്തെ അവർ തുലയ്ക്കാൻ വന്ന സ്ഥലത്ത് അറിയാതെ പുതിയ കർമ്മങ്ങൾ ചെയ്ത് കളയും. അതിൻ്റെ പേര് നാശ ഉത്പത്തി. അറിയാതെ പഴയ കർമ്മം തുലയ്ക്കാൻ അറിയാതെ ഉത്പത്തി ചെയ്ത്, അപ്പോൾ ഇനി ആ ജന്മങ്ങൾ കണ്ടിന്യൂ ആവും. അപ്പോൾ ഒരു ജ്ഞാനി എന്ന് പറയുന്നത് കർമ്മങ്ങൾ തുടരാതെ അതിനെ നിർത്താൻ അറിയുന്നതാണ് ജ്ഞാനി. ഇത് തിരുമന്ത്രത്തിൽ പറയുന്നുണ്ട്. തന്നെ അറിந்திடும் തത്വ ஞானிகள் முன்னை வினையின் முடிச்சை அவிழ்ப்பார்கள் பின்னை வினையை பிடித்து பிசைவார்கள் ചെന്നിയിൽ வைத்த തിരുവരുളാരെ. ഒരു ജ്ഞാനി പഴയ കർമ്മങ്ങളൊക്കെ അത് ഡിസ്മാൻഡിൽ ചെയ്യും. പുതിയ കർമ്മങ്ങൾ ചെയ്യൂല. അത് സഞ്ചിത കർമ്മം കളക്ട് ആകാൻ വിടൂല്ല. ഇതാണ് ജ്ഞാനത്തിൻ്റെ അഴിവഴി. അപ്പം ഈ കർമ്മം ഇതിൽ നിന്ന് വിടുപെടുന്നത് എങ്ങനെ, അത് ശിവയോഗ പരീക്ഷയിൽ എങ്ങനെ ചെയ്യുന്നെന്നുള്ള പല മെത്തേഡുകളും ഉണ്ട്. കർമ്മങ്ങൾ കൊണ്ടുവന്ന പഴയ കർമ്മങ്ങൾ മൂലാധാരത്തിൽ അവ്യക്ത നിലയിലിരിക്കുന്നു. അതിനെ മണിപൂരത്തിൽ കൊണ്ട് എരിച്ച്
കർമ്മനാശങ്ങൾ പാപനാശങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതൊക്കെ ഇരിക്കുന്നത് തിരുവനന്തപുരത്തിലും ശിവയോഗത്തിലാണ് ഇരിക്കുന്നത്. മറ്റ് യോഗങ്ങളിൽ കാണുന്നില്ല. അപ്പൊ ഇതൊക്കെ വന്നെന്ന് വെച്ചാൽ ആസ്ട്രൽ ലെവലിലും കാസൽ ലെവലിലും ഉള്ളതാണ്. കാസൽ ബാഡിയിലാണ് പഴയ കർമ്മങ്ങൾ റെക്കോർഡായിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പുതിയ കർമ്മം വരാതെ നോക്കി അടുത്ത ജന്മം വരില്ല. അപ്പോൾ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു നെല്ല് വന്ന് ഉമിയിരിക്കുന്ന ആ ഉമിയെ എടുത്തിട്ട് അത് വന്ന് മുളക്കിയിട്ടാൽ മുളക്കില്ല. അതേമാതിരി ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പഴയ കർമ്മങ്ങളൊക്കെ ഡിലീറ്റ് ആവും. അത് മാത്രമല്ല ചന്ദ്രയോഗത്തിലും കർമ്മങ്ങൾ ഡിലീറ്റ് ചെയ്ത് വിധിയെ മാറ്റിവെക്കുന്ന നിയോപ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ നിയോപ്ലാസ്റ്റിസ് എന്നുള്ള ടെക്നിക്കൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആസ്ട്രൽ ബാഡിയിൽ നടക്കുന്നതാണ്. ഇപ്പോൾ ഫിസിക്കൽ ബാഡിയിൽ ഇരിക്കുന്ന നെർവ് പ്ലക്സസ് ആണ് ഫിസിക്കൽ ബാഡി. മൂലാധാരത്ത് ഒരു നെർവ് പ്ലക്സസ്. പക്ഷെ ആധാരം ഇരിക്കുന്നത് ആസ്ട്രൽ ബാഡിയിലാണ് ഇരിക്കുന്നത്. സ്വാധിഷ്ഠാന ഒരു നെർവ് പ്ലക്സ്, ഇത് ഫിസിക്കൽ ബാഡി. ഇത് ആസ്ട്രൽ ബാഡി ഇരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നാഡി പ്ലക്സസ് ആണ് ഇരിക്കുന്നത്. നാഡി പ്ലക്സസ്. ഇങ്ങനെ നരമ്പ് മണ്ഡലം ഇരിക്കുന്നത് ഫിസിക്കൽ ബാഡി, നാഡി ചാനൽസ് ഇരിക്കുന്നതൊക്കെ ആസ്ട്രൽ ബാഡി. ഇപ്പൊ നെർവ് ആകുമ്പോൾ 1.25 ലക്ഷം നെർവ് യൂണിറ്റ്സ് ഇരിക്കുന്ന ഫിസിക്കൽ ബാഡി, 96 നാഡി ചാനൽ ഇരിക്കുന്നത് ആസ്ട്രൽ ബാഡി. അപ്പൊ ഇങ്ങനെ ഈ കുണ്ടലിനി ഇതൊക്കെ ഇരിക്കുന്നത് കാസൽ ബാഡിയിൽ നിന്ന് ഉണരുന്നതാണ്. അപ്പൊ ഇതിന് ഇതായിട്ട് മുടിച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ് എനർജി സെന്ററിൽ കാസൽ ബാഡിയിലും ഉണ്ട്. അപ്പൊ കാസൽ ബാഡിയിൽ നിന്ന് ആസ്ട്രൽ ബാഡി, ഫിസിക്കൽ ബാഡി ലെവലിൽ മൂന്നെയും കണക്ട് ചെയ്യുന്നത് ബ്രഹ്മഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, രുദ്രഗ്രന്ഥി. അപ്പൊ ഈ ഗ്രന്ഥികളെ ഉടച്ചാൽ തന്നെ അത് കുണ്ടലിനി മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഈ 3 ദേഹത്തിൻ്റെ ഉള്ള അറിവും 3 ദേഹത്തിലെ എനർജി ഫ്ലോ ഒക്കെ ഉണ്ടാക്കി തടസ്സങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ കുണ്ടലിനി സേഫായിട്ട് തലയിൽ പോയി ചേരും. ഇല്ലെങ്കിൽ അത് എവിടെയും സ്ട്രക്കപ്പ് ആകും, അല്ലെങ്കിൽ സൈഡ് ട്രാക്ക് ആവും.